രണ്ടുപേർ മേഡത്തെ കാണാൻ വന്നിരിക്കുന്നു. ശരി, വരാൻ പറയൂ. ഓക്കെ മാഡം. വാടി ഇങ്ങോട്ട്. ഇരിക്കാനും നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനും ഒന്നുമല്ല ഞങ്ങൾ വന്നത്. ഒരു കാര്യം പറയാനുണ്ട്, അത് പറഞ്ഞിട്ടേ പോവൂ. അല്ല, നിങ്ങളെന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടുകയല്ല, കൊല്ലുകയാ വേണ്ടത്. ഇതൊരു ഓഫീസാണ്, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഇത്രയൊക്കെ മാന്യതയും മര്യാദയും കാണിക്കുന്നതേ എന്റെ സംസ്കാരം കൊണ്ടാ. അല്ലെങ്കിൽ ഇതിനൊക്കെ റിയാക്ട് ചെയ്യുന്നതേ ഇങ്ങനെയല്ല, കായികമായിട്ടായിരിക്കും. എന്താ മിസ്റ്റർ ഓഫീസിൽ കയറി ഒന്ന് വെല്ലുവിളിക്കുന്നേ? ഞാൻ സെക്യൂരിറ്റി വിളിക്കും, ഇല്ലെങ്കിൽ പോലീസിനെ. നിങ്ങൾ ആരാ ഇതിനകത്ത് കയറി ഇങ്ങനെയൊക്കെ പറയാൻ? നിങ്ങൾ തോക്കിക്കയറി വെടിവെക്കാതെ ഞാൻ പറയാം ഞങ്ങൾ ആരാണെന്ന്. ഇവളെ അറിയോ? ഇവളുടെ പേരാ റിയ. നിങ്ങളുടെ ഭർത്താവിന്റെ കാമുകി, അല്ലേ? ആദ്യ ഭാര്യ. ഇവളെ ചതിച്ചിട്ട് അവനിപ്പോ മുങ്ങി നടക്കുക. നിങ്ങളുടെ ഭർത്താവ് രാജു കല്യാണം കഴിച്ച് കൂടെ കൂട്ടാന്ന് പറഞ്ഞ് വർഷങ്ങളായി ചതിച്ചുകൊണ്ടിരിക്കുക. ഇവളെന്റെ പെങ്ങളാ, ഒരേ ഒരു പെങ്ങൾ. ഇവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാ ഈ ചതിയുടെ കഥകളെല്ലാം ഞാൻ അറിയുന്നത്. അവൻ ഈ ഓഫീസിലുണ്ടാവുമെന്ന് കരുതിയാ ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ പിടികൂടും. ഭർത്താവിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഭാര്യ അറിയിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവുമില്ല. മനുഷ്യരല്ലേ, കൺട്രോൾ കയ്യിൽ നിന്ന് പോയാ എല്ലാം പറഞ്ഞു പോവും. ഇക്കാര്യം ഞാനും അറിഞ്ഞതാ. അത് ശരി. അപ്പൊ നിങ്ങളും കൂടി അനുവദിച്ചു കൊടുത്തിട്ടാണല്ലേ അവൻ ഈ പരസ്ത്രീ ബന്ധമൊക്കെ നടത്തുന്നത്? ഒരു ഭാര്യ എന്ന നിലയില് നിങ്ങളുടെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ മര്യാദയ്ക്ക് തന്നെയാ സംസാരിക്കുന്നത്. നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാണല്ലോ അവ മറ്റു സ്ത്രീകളെ തിരക്കി പോകുന്നത്. എന്റെ പെങ്ങളെ ചതിക്കാനാണ് ഭാവമെങ്കിലേ അവൻ വിവരം അറിയും. ഇനി ഇവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവന്റെ പണിക്കുറ്റം ഞാൻ തീർക്കും. അത് ഈ നടന്നതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല. എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ സഹോദരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ശിക്ഷയും നൽകാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അകലേ നോവിനാലേ